കഴിഞ്ഞ ആഴ്ച 10 ദിവസം മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു 26,200 നിന്ന് മാർക്കറ്റ് ഒരു 900 പോയിന്റ് കറക്റ്റ് ചെയ്തു. 24,700 വരെ വന്നു. മാർക്കറ്റ് കയറുമ്പോഴത്തേക്ക് എല്ലാവർക്കും പറയുകയാണ് മാർക്കറ്റ് കയറി പോകുന്നു, വാങ്ങണോ എന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ എല്ലാവരും പറയും നമുക്കൊരു കറക്ഷൻ വരട്ടെ, കറക്ഷൻ വന്നതിന് ശേഷം നമുക്ക് എൻട്രി ചെയ്യാമെന്ന് പറയും. കറക്ഷൻ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പേടിച്ചിട്ട് ഇനി മാർക്കറ്റ് വീഴുമെന്നുള്ള ഒരു പേടിയാണ് വന്നത്. കറക്ഷൻസ് വളരെ ഷാർപ്പായിരുന്നു. അത് നിഫ്റ്റിയിലാണ് ആദ്യം കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇറ്റ് സ്പ്രെഡ് ഓവർ ടു മിഡ് ക്യാപ്സ് ആൻഡ് സ്മോൾ ക്യാപ്സ്. ഇത് വളരെ ഫെറോഷ്യസ് കറക്ഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ ഒരു ഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത്രയും കയറിയിട്ട് ഒരു 5 to 6% ഉള്ള ഒരു കറക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാർക്കറ്റ് കയറുമ്പോഴത്തേക്ക് പടിപ്പടിയായിട്ട് കയറുകയും ഇറങ്ങുമ്പോഴത്തേക്ക് വളരെ ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ ചെയ്തു. അപ്പോൾ ഈ കറക്ഷൻ വന്നപ്പോഴത്തേക്ക് യു വുഡ് ഹാവ് നോട്ടീസ് ദാറ്റ് ദിസ് വാസ് എൻ ഇന്ത്യ സ്പെസിഫിക് കറക്ഷൻ. ഇപ്പം US മാർക്കറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗ ജോൺസും S&P 500 ഒക്കെ ഓൾ ടൈം, നാസ്ഡാക്ക് is at all time highs and they are going up on a daily basis. But only in India this sharp correction came. ഈ കറക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ക്ലയൻസ് PMS സ്റ്റാർട്ട് ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർക്കറ്റ് ഇത്രയും കയറിയിരിക്കുകയല്ലേ, ഒരു കറക്ഷൻ വരട്ടെ എന്നിട്ട് നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഒരു 5% കറക്ഷൻ വന്നപ്പോഴേക്കും ഇത്രയും കയറിയല്ലേ ഇനി എത്രത്തോളം പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നത്, വി ആർ ഇൻ എ ലോങ് ടേം ബുൾ റൺ. അതിനിടയിൽ ഒരു കറക്ഷൻ എന്ന് പറയുമ്പോൾ 10% കറക്ഷൻ വന്നാൽ പോലും ഇറ്റ് ഈസ് നോർമൽ ഇൻ എ ബുൾ മാർക്കറ്റ്. ഇപ്പം നമ്മൾ ശരിക്കും ഒരു 5% കറക്ഷനേ വന്നിട്ടുള്ളൂ. ഈ കറക്ഷൻ മെയിൻലി ഇൻഡെക്സ് സ്റ്റോക്സിലാണ് വന്നിരിക്കുന്നത്. റീസൺ FI സെല്ലിംഗ് ആണ്. ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 10 ദിവസമായിട്ട് 70,000 crore worth of shares they have sold. 70,000 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് it should be around $8.5 billion സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അവരുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പുള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $4.5 billion ആണ് അവരുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ last 6 months from April till September ending. What is the reason for this sharp correction? അല്ലെങ്കിൽ FI സെല്ലിംഗ് കൊണ്ടുള്ള കറക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 2 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് നമ്മുടെ ചൈന ഫാക്ടർ. You all know that the Chinese market has been underperforming over the last so many years. എന്നുവെച്ചാൽ ചൈനീസ് മാർക്കറ്റ് 2008 വന്ന ഹൈ പോലും സർപ്പാസ് കിട്ടില്ല. നമ്മൾ 2008 വന്ന 21,000 ഹൈ സർപ്പാസ് ചെയ്തപ്പോൾ ഇൻഡെക്സ് സെൻസെക്സ് 80-90,000 ഇരിക്കുകയാണ്. അപ്പോൾ ചൈനീസ് മാർക്കറ്റിലെ പ്രോസ്പെക്ട്സ് വളരെ കുറവായിരുന്നു. കാരണം FIസിനൊക്കെ നേരത്തെ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ചൈന ഹാവ് ദിയർ ഓൺ സ്ട്രക്ചറൽ പ്രോബ്ലംസ് ആർ ദേർ. സോ FIs sold in the Chinese market and the Chinese market PE came below 10. Chinese and Hong Kong PE, അത് ഒരുപാട് ചൈനീസ് സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹോങ്കോങ് ഇൻഡെക്സിലാണ്. അപ്പം ഈ ഇതിന്റെ PE വന്നിട്ട് 10 താഴെ വന്നു. While we are trading at a PE of 22 or 23 right now. The forward PE എടുക്കുകയാണെന്നുണ്ടെങ്കിൽ it will come to less than 20. So why we are commanding such a high premium over Chinese market? Because നമുക്ക് അതിനനുസരിച്ചുള്ള Indian companies' growth potential വളരെ huge ആണ്. So that is why people pay a higher price to buy Indian stocks. But recently what happened, Chinese government കുറച്ച് stimulus package കൊണ്ടുവന്നു. ഒരുപാട് കാര്യങ്ങൾ ഫിസിക്കൽ സ്റ്റിമുലസ് കൊണ്ടുവന്നു. എല്ലാവരും ഒരെണ്ണം what I remember correctly is they reduced interest rates by 0.5% on mortgage loans. So existing housing loans 0.5% interest കൊടുത്തു. 0.5% is huge considering that their interest rate is only around 3.5%. നമ്മുടെ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 7% നിൽക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ലൈക്ക് റെഡ്യൂസിങ് 100 basis point ഇൻട്രസ്റ്റ് റേറ്റ്. അതൊരു വലിയ ഹ്യൂജ് സ്റ്റിമുലസ് ആണ്. അപ്പം ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരെല്ലാം ചൈനയിൽ വിറ്റ് മാറി നിന്നവർ they suddenly felt that the Chinese economy may recover because of the stimulus packages.
So what they did is India is trading at 23p, and they sold India, and they were moving to the Chinese markets. The Chinese markets, it moved up as high, I think 28 or 30%. It moved up over just around 2 weeks trading time. Chinese market full of the avധിയായിരുന്നു. മൊത്തത്തിൽ ഒരു 2 ആഴ്ച കൊണ്ടാണ് 30% കയറിയത്. അപ്പോൾ 2 ആഴ്ച കൊണ്ട് 30% കയറിയിട്ട് now it has കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും 20% അപ്പാണ്. But their P is only around 13 or 14. അപ്പോൾ ഇന്ത്യയുടെ P ഇപ്പോഴും 23 ആണ്. പക്ഷേ what I feel and what generally people say is this is only a short-term phenomenon, because in the long term, Chinese market, Chinese economy is not going to perform like Indian economy. അപ്പം ഈ FISന്റെ സെല്ലിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലൈൻ സ്റ്റോക്സിൽ, ഫോർ എക്സാമ്പിൾ റിലയൻസ്, HDFC, ഇതിന് രണ്ടിനാണ് നമുക്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഇത് കമ്പൈൻഡ് വെയിറ്റേജ് ഇതിന്റെ രണ്ടും കൂടെ എനിക്ക് തോന്നുന്നു 25 അത്ര പെർസെൻറ്റേജ് ഉണ്ട്. ഇഫ് യു സീ the selling mainly happened in the index stocks. അപ്പോൾ ഇത് 6% ഇറങ്ങി. അപ്പോൾ നാച്ചുറലി ഇൻഡെക്സ് സ്റ്റോക്സ് ഇറങ്ങുമ്പോഴത്തേക്ക് so many people are having ഫ്യൂച്ചേഴ്സ് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് ലോസ് വരും. So the selling spread over to the mid cap and small cap stocks. But what I noticed yesterday is, see, ഇപ്പോഴത്തെ റീസെന്റ് ഫോളിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1500 പോയിന്റ് നിഫ്റ്റി വീണു. എന്നിട്ട് നിഫ്റ്റി ഹാസ് hardly recovered 20% of the total fall. But mid cap and small caps have recovered almost 60% of the recent fall. അപ്പോൾ എന്നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 15,000 crores ഒരു ദിവസം വിറ്റു. I think on September 30th, after that they again were selling 10,000. ഇന്നലെ വിറ്റു 4,500 കോടി. അപ്പോൾ 5,000 കോടി വെച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇഫ് യു സി HDFC Bank, റിലയൻസ്, അതുപോലെ ഫ്രണ്ട് ലൈൻ സ്റ്റോക്സ് ആർ നോട്ട് മൂവിങ്, ബട്ട് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ് സ്റ്റോക്സ് എല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഇപ്പോ US election കഴിഞ്ഞിട്ട് I think it is on November 5th or something. അപ്പോൾ ട്രംപ് അങ്ങനെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ he doesn't have an accommodative policy for Chinese. അങ്ങനെ ആണെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഈ ഔട്ട്ഫ്ലോ വളരെ ഷോർട്ട് ടേം ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ മാർക്കറ്റ്സും കൂടി നിൽക്കുകയാണ്. FIs സെല്ലിങ്ങിനെ മാച്ച് ചെയ്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങുന്നുണ്ട്. ബിക്കോസ് ദേ ഹാവ് ഹ്യൂജ് ഫണ്ട്സ് വിത്ത് ദം. എന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ SIPയിൽ മാത്രം വന്ന് 24,500 കോടി രൂപയാണ്. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. പിന്നെ അല്ലാതെയുള്ള ടോട്ടൽ എന്ന് പറയുന്നത് one time I think 2 months back it touched 40,000 crores of mutual fund inflow. After that, another bunch of new fund offerings are provided. Still now I think it is around 35,000 crores. 35,000 crores is a huge amount. So FIs വിറ്റ് കഴിഞ്ഞാലും our domestic institutions are continuously buying. Okay, ആ FI selling in the momentum കുറയും. Once the FI stops selling, our market will shoot up. അപ്പോൾ ഈ താഴ്ന്നു കിടക്കുന്ന ഒരു ഇത് ഇനി താഴെ പോകുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇറ്റ്സ് ഓൺലി ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഇൻഡെക്സ് 24,700 വരെ നിഫ്റ്റി വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് ഇറ്റ് ഇസ് നിയർ അറൌണ്ട് 25,000. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഫാളിംഗ് ഡൗൺ ടെക്നിക്കലി, ഐ തിങ്ക് മൈ കൊളീഗ് ആ ചാർട്ടൊക്കെ കാണിക്കും, ടെക്നിക്കലി ഈവൻ ഇഫ് ദ മാർക്കറ്റ് ഫാൾസ് ഇറ്റ് ക്യാൻ ഫാൾ മേ ബി അപ് ടു 24,400 or 500. Another 500 points. പക്ഷേ ബൗൺസ് ബാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഇറ്റ് വിൽ മൂവ് അപ്പ് ഷാർപ്ലി ടു 25,700 ലെവൽസ് വരെ പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഹൈ 26,200 ആണ്. ഈ 25,700 എന്ന് പറയുന്നത് ഒരു നല്ല റെസിസ്റ്റൻസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ 61.8% റീട്രേസ്മെന്റ് ഓഫ് ദി fall from 26,200 to 24,700. അപ്പോൾ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് തിയറിയിൽ 61.8% മേളിൽ പോകണമെന്നുണ്ട്. then again we will see a new high. As and when this FI stops selling, we are going to move up again. The second reason for this FI selling ഒരു റീസൺ ഉള്ളത്, നമ്മുടെ SEBI they did a huge study in the market on derivative trading, and they came out with a paper saying that 90% of the people who are trading, retail people who are trading in futures and options are losing money.
90% ആൾക്കാർക്ക് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ വേണ്ട. അപ്പോൾ ഇഫ് യു സി ഓപ്ഷൻസിൽ എക്സ്പയറി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഹ്യൂജ് വോളിയൂംസിലാണ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത്. വാട്ട് സെബി ഈസ് സേയിങ് ഈസ് almost correct. I also know that 90% of the people are losing money in futures and options. എല്ലാവർക്കും പൈസ പോവാണ്. Only people who are investing in for the long term are making money. അല്ലാത്ത ഫീച്ചേഴ്സിൽ പക്ഷേ ഈ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഐ ഫീൽ ഇറ്റ് വാസ് ടോട്ടലി അൺവാറണ്ടഡ്. അപ്പം സെബി കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ട് ടു ഹിൻഡർ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അപ്പം അതിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിൽ നമ്മൾ ലോട്ട്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വി ബൈ ഇൻ ഒരു ഇപ്പോൾ റിലയൻസ് ആണെന്നുണ്ടെങ്കിൽ 400 ലോട്ട്, അങ്ങനെ ഒരു ലോട്ട് സൈസ് ഉണ്ട്. Previously, the lot size per trade was around 5 to 8 lakh rupees. 5 to 8 lakhs. So, 5 to 8 lakhs ആണ് lot size. അപ്പോൾ ഒരാളൊരു 1.5 ലക്ഷം രൂപയ്ക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റും. സോ ടു റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ദേ ഇൻക്രീസ് ദി ലോട്ട് സൈസ് ഫ്രം 5 lakhs to 15 lakhs. അപ്പം ഇപ്പോൾ 5 to 8 lakhs ഉള്ളത് 15 to 20 lakhs ആവും. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നേരത്തെ ഒരു ലോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അതിനുള്ള മാർജിൻ ഉള്ളവർക്ക് അതിന്റെ 3 ഇരട്ടി പൈസ ഉണ്ടെങ്കിലേ ഫീച്ചേഴ്സിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഇൻഡെക്സ് ഫീച്ചേഴ്സ് ആൻഡ് നോട്ട് ആപ്ലിക്കബിൾ ടു സ്റ്റോക്ക് ഫീച്ചേഴ്സ്. അത് ഗ്രാജുവലായിട്ട് സ്റ്റോക്ക് ഫീച്ചേഴ്സിലും അവർ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ. അപ്പം ഇവിടെ എക്സ്പയറി ട്രേഡിംഗ് എന്നൊരു കാര്യം നടക്കുന്നത് ഹ്യൂജ് വോളിയൂംസ് ആണ് നടന്നുകൊണ്ടിരുന്നത്. ഓപ്ഷൻസിലാണ് എക്സ്പയറി ട്രേഡിംഗ്. നമുക്ക് നോർമലി ഈ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എക്സ്പയർ ചെയ്യുന്നത് ലാസ്റ്റ് തേഴ്സ്ഡേ ഓഫ് എവറി മന്ത്. ആൻഡ് അറ്റ് വൺ ടൈം വി വിൽ ഹാവ് 3 പാരലൽ കോൺട്രാക്ട്സ് റണ്ണിങ് ഫോർ 3 months. അപ്പോൾ ഈ മാസത്തെ ഇപ്പോൾ ഒക്ടോബർ കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ റൺ ചെയ്യുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി സ്റ്റാർട്ട് ചെയ്യും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ദിസ് വീക്ക്ലി ഓപ്ഷൻസ് കേസ് that is every weekly expiry ആണ്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മേടിക്കുന്ന ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒരാഴ്ചത്തേക്ക്. അപ്പം വി ഹാഡ് എക്സ്പയറി ട്രേഡിംഗ് ഡെയിലി ഓരോ കോൺട്രാക്ട് എക്സ്പയർ ചെയ്തു. മൺഡേ 2 കോൺട്രാക്ട് ആയിരുന്നു എക്സ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിഫ്റ്റി വീക്ക്ലി കോൺട്രാക്ട് ഉണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നു, പിന്നെ സെൻസെക്സ് ഉണ്ടായിരുന്നു, ഫിൻ നിഫ്റ്റി ഉണ്ടായിരുന്നു, മിഡ് ക്യാപ് നിഫ്റ്റി ഉണ്ടായിരുന്നു, ബാങ്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് BSEയുടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കോൺട്രാക്ട്സ് ഉണ്ടായിരുന്നു. സോ സെബി സെഡ് നോ, ഈച്ച് എക്സ്ചേഞ്ച് ക്യാൻ ഹാവ് ഓൺലി 1 വീക്ക്ലി എക്സ്പയറി. ഓക്കെ, അപ്പോൾ ഒരുപാട് ഹ്യൂജ് FI ഫണ്ട്സ്, ദാറ്റ് മീൻസ് ലോങ് ഓൺലി ഫണ്ട്സ് അല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് ഹെഡ്ജ് ഫണ്ട്സ് ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ് വെർ ഡൂയിങ് ഹ്യൂജ് എക്സ്പയറി ട്രേഡിംഗ്. എക്സ്പയറി ട്രേഡ് ചെയ്ത് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് ബാങ്ക് നിഫ്റ്റി ബാങ്കിലൊക്കെ they were making huge money because it can be easily manipulated because ഒന്നോ രണ്ടോ ഹെവി വെയ്റ്റ്സിന് അല്ലെങ്കിൽ HDFC ബാങ്ക് ആണ് 20 or 25% വെയിറ്റേജ് ഇൻ ബാങ്ക് നിഫ്റ്റി. അപ്പം അതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അതെല്ലാം നിർത്തിയപ്പോഴത്തേക്ക് വാട്ട് വിൽ നൗ ഹാപ്പൻ ഇസ് all these hedge funds they brought money in India for this expiry trading purpose. അപ്പോൾ അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യില്ല, ദേ വിൽ ബൈ ഫ്രണ്ട്ലൈൻ സ്റ്റോക്ക് ആൻഡ് ഗിവ് ഇറ്റ് ആസ് മാർജിൻ. അപ്പോൾ എക്സ്പയറി ട്രേഡിംഗ് നിർത്തിയപ്പോഴത്തേക്ക് നോ ലോങ്ങർ അവർക്ക് ഇനി ഇവിടുത്തെ മാർക്കറ്റിൽ നിൽക്കേണ്ട കാര്യം. ഷോർട്ട് ടേം ഫണ്ട് സ്റ്റാർട്ടഡ് സെല്ലിംഗ്, ബാസ്ക്കറ്റ് സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. ബാസ്ക്കറ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഷെയർസ്, നിഫ്റ്റിയിലുള്ള 50 ഷെയർസിനെ ഒരു ബാസ്ക്കറ്റ് ആയിട്ട് 10 കോടി എന്ന് വെച്ചാൽ 10 കോടി ആ വെയിറ്റേജിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്. അപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓപ്ഷൻസ് അല്ല ഈ ബാസ്ക്കറ്റ് ട്രേഡിംഗ് നടന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതുകൊണ്ട് തന്നെയാണ് റിക്കവറി വരുന്നില്ല. ഗെയിൻ എവറി ഡേ 5,000 crores വെച്ച് സെല് ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് അൾട്ടിമേറ്റ്ലി ദിസ് വിൽ ഹാപ്പൻ. അപ്പം ഈ അവര് സെബി ചെയ്തിരിക്കുന്ന 2-3 കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അവര് വീക്ക്ലി എക്സ്പയർ ചെയ്തിട്ട് പിന്നെ ഓപ്ഷൻസ് നമ്മൾ ബൈ ചെയ്യുമ്പോഴത്തേക്ക് പണ്ട് ഓപ്ഷൻസിന് മാർജിൻ കൊടുത്താൽ മതി. ഇപ്പോൾ ഒരുപാട് പേര് ഓപ്ഷൻസിൽ ഹ്യൂജായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് 10,000 rupees ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡേ നമുക്ക് 30,000 40,000. അപ്പോൾ അതിന് അപ്ഫ്രണ്ട് മാർജിൻ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന കാരണം ആണ് ഈ സെല്ലിംഗ് ഉണ്ടായത്. ദിസ് വിൽ ഇമ്പാക്ട് ഹ്യൂജ്ലി
income of stock exchanges and naturally stock brokers. നമ്മുടെയൊക്കെ വോളിയൂംസ് ഒക്കെ ഒത്തിരി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഒത്തിരി പേര് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പീപ്പിൾ ഹു വോണ്ട് ടു സ്പെക്കുലേറ്റ് ഫൈൻഡ് സം അതർ വേ ടു സ്പെക്കുലേറ്റ്. എവിടെയെങ്കിലും ആ സ്പെക്കുലേറ്റീവ് മൈൻഡുള്ള ആൾക്കാർ എവിടെയാണെങ്കിലും അവർ ട്രേഡ് ചെയ്യും. അല്ലെങ്കിൽ ഇൻട്രാഡേ എവിടെയെങ്കിലും ട്രേഡ് ചെയ്ത് പൈസ കളയാനുള്ള ആൾക്കാർ ട്രേഡ് ചെയ്ത് പൈസ കളയും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഓൾവേസ് പ്രോഫിറ്റ് ലോങ് ടേം. പിന്നെ മാർക്കറ്റ് ഡയറക്ഷൻ ഞാൻ പറയണം, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ താഴെ വരികയാണെങ്കിൽ ഇത്ര വരെ പോകാൻ ചാൻസ് ഉണ്ട്, മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിനകത്തുള്ള നമുക്കൊരു വഴി എന്ന് പറയുന്നത് ഈ മിഡ് ക്യാപ്പ് സ്റ്റോക്സിലൊക്കെ ഉള്ള വാല്യൂഷൻസ് ആണ്. കാര്യം മിഡ് ക്യാപ്പ് സ്റ്റോക്സും സ്മോൾ ക്യാപ്പ് സ്റ്റോക്സും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് മണി ഈസ് കമ്മിങ് ഇൻ ടു സച്ച് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ്. അപ്പൊ അങ്ങനെ ഒരു ഫണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ദി ഫണ്ട് മാനേജേഴ്സ് have no other option but to use the funds for buying mid and small caps. അപ്പോൾ കുറേ നല്ല സ്റ്റോക്സേ ഉള്ളൂ ഇതിനകത്ത്. അത് തന്നെ മേടിച്ചിട്ട് അത് തന്നെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കറക്ഷൻസ് ഇപ്പോഴുള്ള പോലെ 5% കറക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു കറക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിൽ എത്രത്തോളം പോയിട്ടാണ് കളക്ട് ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ബട്ട് ആസ് എ ഇൻവെസ്റ്റർ, ട്രേഡേഴ്സ് ഒക്കെ കുറവാണ്, ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ആസ് എ ഇൻവെസ്റ്റർ നമുക്കൊരു ചെറിയ കറക്ഷൻ ഒന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാനൊന്നുമില്ല. We have to be cautiously watch what is happening. പിന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നന്നായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ സ്മാർട്ടായിട്ട് നിൽക്കുക. നമ്മുടെ 1000 ഷെയർസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ 100 രൂപ മേടിച്ച് 250 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് 300-400 കൊടുത്ത് പോവാം. അല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻസും ഇല്ല. നമുക്ക് എവിടെ പോയിട്ടാണ് അത് താഴെ വരുന്നതെന്ന് നമുക്കുള്ളത് ഓപ്ഷൻസും ഇല്ല. പിന്നെ പോസിറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഉണ്ട്. അതുകൊണ്ട് വി ആർ നോ ലോങ്ങർ ഡിപ്പെൻഡന്റ് ഓൺ ഫോറിൻ ഫണ്ട് ഫ്ലോ. അതുകൊണ്ട് റിലേറ്റീവ്ലി വി ആർ ഇൻസുലേറ്റഡ് അഗൈൻസ്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റ് മൂവ്മെന്റ്സ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൺസൂൺസ് വളരെ നല്ലതാണ്. മൺസൂൺസ് കഴിഞ്ഞു ലോങ് ടേം ആവറേജ് ചെയ്യുന്ന 8% ബെറ്റർ ആണ്. ഇതാണ് 2 പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. നെഗറ്റീവായിട്ട് പറയാനുള്ളത് നമുക്ക് ഒന്ന് വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിന്റെ എസ്കലേഷൻ വല്ലതും എന്നുള്ളതാണ്. ഇപ്പം ഇറാൻ അറ്റാക്ക് ചെയ്തിട്ട് അവര് തിരിച്ചൊന്നും ചെയ്തിട്ടില്ല, ഇസ്രായേൽ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് സ്ട്രോങ് ഇന്റർവെൻഷൻ ഫ്രം ദി US. അപ്പം ബിഫോർ ഈ ഇലക്ഷൻസ് കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഉണ്ടാകാതിരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതാണ് നമുക്കൊരു റിസ്ക് ഫാക്ടർ. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റഡ് പ്രസിഡന്റ് ഇൻഫ്ലോ ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് മണി ഫ്രം ദ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ടു ന്യൂ ഫണ്ട് ഓഫറിങ്സ്. ഇപ്പോൾ IPO വരുന്നുണ്ട്. ഡെയിലി സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബൂമിംഗ് മാർക്കറ്റിൽ പീപ്പിൾ ആർ മേക്കിംഗ് promoters are making huge money out of new fund offerings. ഒരുപാട് ന്യൂ ഫണ്ട്സ് വരുന്നുണ്ട്. ഇതെല്ലാം ഈ വരുന്നതിന്റെ 90% നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദി പ്രൊമോട്ടേഴ്സ് ഓഫ് ദീസ് കമ്പനീസ് ഹു ആർ കമ്മിങ് ഔട്ട് വിത്ത് IPOs, they are not taking money for the development of their company. അവരുടെ തന്നെ ഷെയർ വിറ്റിട്ട് they are pocketing the money. That is a very negative trend. ഒരുപാട് IPOs വരുന്നുണ്ട്. ഇപ്പം വളരെ ബോയന്റ് ആണ് മാർക്കറ്റ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ പൈസ ഉണ്ട്. ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സിൽ പൈസ വരുന്നുണ്ട്. ദാറ്റ് ഈസ് എ വറിയിങ് ഫാക്ടർ. എനിക്ക് കുറച്ചു കാലമായിട്ട് തോന്നുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു സി ദി ഇപ്പം ഹുണ്ടായുടെ IPO വരാൻ പോവാണ്. ഐ തിങ്ക് ഇറ്റ് ഓപ്പണിംഗ് ഓൺ ട്യൂസ്ഡേ ഓർ വെഡ്നെസ്ഡേ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് IPO എവർ ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്സ്. ഇതിന് മുമ്പുണ്ടായിരുന്നത് എനിക്ക് 21,000 crores കളക്ട് ചെയ്ത് LIC ആണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു. പക്ഷെ ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷെ സ്റ്റാർട്ട് ഇപ്പം ഹുണ്ടായി മോട്ടോഴ്സ് വരുന്ന 27,000 crores ഒരു IPO ആയിട്ടാണ് വരുന്നത്. ഇത് കൊറിയൻ കമ്പനിയാണ്. ആസ് യു ആർ ഓൾ അവെയർ, അവരുടെ ഇന്ത്യൻ ആമില് കൊറിയൻ കമ്പനിക്കുള്ള 17.5% ഡിസിൻവെസ്റ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ദ മണി വോണ്ട് കം ഇൻടു ദി
Hyundai company in India, but it will be taken out of Indian investors by the promoter. അപ്പോൾ ഈ പൈസ അവരുടെ പേരന്റ് കൊറിയൻ കമ്പനിക്കാണ് പോകുന്നത്. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് തിങ് ഇസ് ദാറ്റ് അവിടെയുള്ള പേരന്റ് കമ്പനി is trading at a PE of 4 or 5, and here they are issuing shares at a price earnings multiple of 23 or 24. ഈ 24 എന്ന് പറയുന്നത് മാരുതിയെ പോലെ ഇത്രയും വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള കമ്പനിയെ കാട്ടി 10% വാല്യൂഷൻ കുറച്ചാണ് കൊടുക്കുന്നത്. മാരുതി ഐ തിങ്ക് ഇറ്റ് ഇസ് ട്രേഡിംഗ് വിത്ത് എ PE of 27 or something. ഇത് വന്നിട്ട് 24 പീരിയഡ് കൊടുക്കുന്നത്. ഈ ഹ്യൂജ് ഔട്ട്ഫ്ലോ വിൽ ഗോ ഇൻടു ദ കൊറിയൻ കമ്പനി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ CNBC കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഇന്റർവ്യൂ ഇവിടെ പ്രൊമോട്ടേഴ്സുമായിട്ട് സിഇഒക്ക് അത്രയ്ക്ക് നന്നായിട്ട് സംസാരിക്കാറുണ്ട്. CEO എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൊമോട്ടറാണ്. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തിന്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് IPO, ഈ പൈസ എന്തിനാണ് ഇന്ത്യൻ മാർക്കറ്റിൽ എടുക്കുന്നത്, പ്രോപ്പർ ആൻസർ. അപ്പൊ ഇത്രയും വലിയൊരു IPO വരുമ്പോഴത്തേക്ക് ഹ്യൂജ് ഫണ്ട്സ് നമ്മുടെ മാർക്കറ്റിൽ ഉള്ള ഇത് പോകാനുള്ള ചാൻസ് ഉള്ളു. ചിലപ്പം സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായി IPO എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഐ തിങ്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല, ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ഇപ്പം ഏതിലെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഷെയർസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് 100% പ്രോഫിറ്റിൽ നമ്മൾ പലതും വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു റൈസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു ഹൈ വാല്യൂഷൻസാണ് കൊടുക്കുന്നത്. അതല്ലാതെ വേറെ മാർക്കറ്റിൽ വലിയ റിസ്ക് ഒന്നുമില്ല. ദിസ് തിങ് വി ഹാവ് ടു വാച്ച്. ഒരുപാട് പൈസ ഇപ്പോൾ പ്രൊമോട്ടേഴ്സ്, അത് അല്ലാതെ തന്നെ എക്സിസ്റ്റിംഗ് ലിസ്റ്റഡ് കമ്പനീസിലെ പ്രൊമോട്ടേഴ്സ് ദേ ആർ സെല്ലിംഗ് സ്റ്റേക്ക്. ഒരുപാട് കമ്പനി, ഞാൻ ഹോൾഡ് ചെയ്യുന്ന 2-3 കമ്പനീസിന്റെ SW സോളർ അങ്ങനെയൊക്കെയുള്ള കുറേ കമ്പനീസിന്റെ സ്റ്റേക്ക് പ്രൊമോട്ടേഴ്സ് ആർ സെല്ലിംഗ് ഐദർ ഇൻ ദ മാർക്കറ്റ് ഓർ അവർക്ക് വേറെ ആർക്കെങ്കിലും പ്രൈവറ്റ് ആയിട്ട് വേറെ മാർക്കറ്റ് വഴി പ്ലേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രൊമോട്ടേഴ്സിനാണ് നമ്മളെ കാട്ടി ഒരു കമ്പനിയെ കുറിച്ച് എല്ലാം അറിയാവുന്നത്. അപ്പോൾ ആ പ്രൊമോട്ടേഴ്സ് ആർ ദെംസെൽസ് ഫീലിംഗ് ദാറ്റ് മൈ കമ്പനി ഷെയർസ് ആർ സോ ഓവർ വാല്യൂഡ് ദാറ്റ് ഐ വിൽ സെൽ നൗ. പൈസ ആവശ്യമില്ലെങ്കിൽ തൽക്കാലം ഇത് പോട്ടെ, പിന്നെ ഇനി എന്തെങ്കിലും മേടിക്കാന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അത്രയും ഓവർ വാല്യൂസ് ആണ് പല കമ്പനീസ്. ഈവൻ ദെൻ ഐ ഡോണ്ട് സീ എനി ഇമ്മീഡിയറ്റ് പ്രോബ്ലം നമ്മുടെ മാർക്കറ്റിൽ വലിയ കളക്ഷൻസ് വരാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. See you soon. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. God bless you all. Bye bye.